السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله. ചെറിയ സംശയം. ഈ ഗായിബാത്ത് മയ്യത്ത് നിൽക്കുമ്പോൾ അതിന് വജ്ജത്തും സൂറത്തും അതിൽ സുന്നത്തുണ്ടോ? അങ്ങനെ ഒരു ചെറിയത് കൂട്ടി അവൻ നിൽക്കിച്ചിട്ടുണ്ട്. നജാഷി രാജാവ് മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു മയ്യത്തും അങ്ങനെ ഗായിബാൻ നജാഷി രാജുണ്ടായിരുന്നു. അന്നേരം വജ്ജത്തും സൂറത്തും ഓതിയിട്ടുണ്ടെന്ന് ശരിയാണോ എന്താണ് എൻ്റെ വീഴ്ച? നരിച്ചാൽ നമ്മുടെ ഉപകാരമായിരുന്നു. നമുക്ക് ഇതുപോലെ പ്രാവർത്തികമാക്കാൻ കൂടുതലാണെങ്കിൽ. നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന, അതായത് ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹ്തു, അത് ഏറെക്കുറെ എല്ലാ നിസ്കാരങ്ങളിലും സുന്നത്താണെന്ന് പറയുന്നിടത്ത് മയ്യത്ത് നിസ്കാരത്തിൽ സുന്നത്തില്ല എന്ന് ഫുഖഹാ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കാരണവും പറഞ്ഞിട്ടുണ്ട്. മയ്യത്ത് നിസ്കാരം പെട്ടെന്ന് നിസ്കരിച്ചുകൊണ്ട് പെട്ടെന്ന് ഈ മയ്യത്തിനെ മറമാടുക എന്ന ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം പിന്നെ ഈ വജ്ജഹത്തും സൂറത്തും ഒക്കെ ഓതി നിൽക്കുമ്പം അതൊക്കെ നിസ്കാരം കൊണ്ടുപോകും. അപ്പം അതിനുവേണ്ടി അതൊക്കെ ഒഴിവാക്കിയിട്ട് പെട്ടെന്നാകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പം ഗായിബായ മയ്യത്ത് നിസ്കാരാണെങ്കിലോ മറഞ്ഞ മയ്യത്തിൻ്റെ പേരിൽ നിസ്കരിക്കുക. ഇപ്പോൾ വേറെ ഏതെങ്കിലും വിദൂരമായ നാടുകൾ മരിച്ചു, നമ്മുടെ നാട്ടിൽ നിസ്കാരം നടക്കാറുണ്ട്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ കുറേ 8, 10, 15 ഒക്കെ മയ്യത്തിൻ്റെ പേരിലൊക്കെ നിസ്കരിക്കും. ഇനി അതല്ല മറമാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാൾ വരുമ്പോൾ കബറിങ്ങ പോയി നിസ്കരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പം ആ ഒരു നിസ്കാരത്തിൽ വജ്ജഹത്ത് കൊണ്ടുവരണോ, കാരണം സൂറത്ത് കൊണ്ടുവരണോ? ഇവിടെ ഇല്ലത്ത് റീസൺ കാരണം പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് നിസ്കരിച്ചുകൊണ്ട് എന്താകുക, ഈ മയ്യത്തിനെ കൊണ്ടുപോയി പെട്ടെന്ന് പാത്താക്കുക, മയ്യത്ത് കൊണ്ടുപോയി മറമാടുക എന്നല്ലേ. ഇതിപ്പോൾ ആ ഒരു ഇല്ലത്ത്, ആ ഒരു കാരണം ഇവിടെ നിലനിൽക്കുന്നില്ലല്ലോ. കാരണം ഗായിബായ മയ്യത്ത് അത് മറമാടിയൊക്കെ ഒന്നോ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ച ആളുടെ പേര് നമ്മളെ നാട്ടിൽ നിസ്കരിക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ഇനി മറമാടൊക്കെ കഴിഞ്ഞു കബറിൽ ആയിക്കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ അവിടെ ഒക്കെ കനം കുറക്കേണ്ട ആവശ്യം എന്താ അവിടെ വരുന്നത്? അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ ഇങ്ങനെ എൻ്റെ വജ്ജഹത്തും സൂറത്തും കൊണ്ടുവരണമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടെ എങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടു എന്നൊക്കെ ചോദിക്കുന്നത്. അതൊരു അഭിപ്രായമാണ്. ആ ഒരു അഭിപ്രായമാണ്. ശാഫിഈ മദ്ഹബിലെ മുഅ്തമദ് അതല്ല. ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദ് എന്ന് പറയുന്നത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹഫയിലും റംലി ഇമാം നിഹായയിലൊക്കെ പറഞ്ഞു, അത് ഗായിബായ മയ്യത്താണ്. മറഞ്ഞ മയ്യത്തിന്റെ പേരിലാണെങ്കിലും കബറിങ്ങലാണെങ്കിലും വജ്ജഹത്തും ഇല്ല, സൂറത്തൊന്നും ഇല്ല. ഇത് തന്നെയാണ് ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദ്. മറ്റൊക്കെ അഭിപ്രായങ്ങളായിട്ടുള്ളൂ. ആ അഭിപ്രായം ന്യായം വെച്ചുകൊണ്ട്, ആ ന്യായങ്ങളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട്. അത് ഇബ്നു ബാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ അഭിപ്രായമാണ്. അവരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അവരെ ഈ ന്യായം കൊണ്ടുവന്നിട്ട് എന്നാൽ അതിനെ തള്ളിയിട്ടുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് മഹാനായ സക്കറിയ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹസനുൽ മത്താലിബ് അതൊക്കെ പറയുന്നുണ്ട്, അഭിപ്രായങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ അഭിപ്രായം ഉണ്ട്. അഭിപ്രായം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അഭിപ്രായമാണെന്ന് പറഞ്ഞാലല്ലേ പിന്നെ അത് ആ അഭിപ്രായം വന്നിട്ടുണ്ട്, ആ അഭിപ്രായം തള്ളിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴല്ലേ മനസ്സിലാകുള്ളൂ. ഹസനുൽ മത്താലിബിന്റെ 1-ാം വള്ളിയത്തിന്റെ 307-ാമത്തെ പേജിലായിട്ടോ ഖാല ഇബ്നുൽ ഇമാദ്, ഇബ്നുൽ ഇമാദ് എന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വയുത്തജഹു ഫീമാ ലൗ സല്ല അലാ ഗായിബിൻ ഔ ഖബരിൻ يأتي بالافتتاح لانتفاء المعنى الذي شرع له التخفيف وقياسه أن يأتى بسورة أيضا. കണ്ടോ, ഇപ്പോ ഇബ്നു ബാദ് റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം കൊണ്ടുവന്നാണ്. ഒരു ന്യായമായിട്ടൊരു ന്യായം പറയട്ടെ. ഇവിടെ ഇപ്പോ എൻ്റെ മയ്യത്ത് നിസ്കാരം വളരെ കനം കുറച്ചിട്ട് എൻ്റെ പെട്ടെന്ന് കൊണ്ടുപോയാണ് മറമാട്, അത് വരുന്നില്ലല്ലോ. മറഞ്ഞുപോയ മയ്യത്ത് നിസ്കാരത്തിന്റെ മേലും കബറിങ്ങലൊക്കെ ആകുമ്പം, അപ്പം അങ്ങനെയാകുമ്പം വജ്ജഹത്തും സൂറത്തും ഒക്കെ കൊണ്ടുവന്നൂടെ എന്നുള്ളത്. എന്നാൽ അവിടെ തന്നെ സക്കൽ അൻസാരി തങ്ങൾ പറയുന്നുണ്ട്, വയുഹ്തമലു ഖിലാഫുഹു ഫീഹിമാ നദറ ലിൽ അസ്ലി. അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ ഇതിന് എതിരാണ്, പറ്റൂല എന്ന് തന്നെയാണെന്നൊക്കെ വരുന്നതെന്നൊക്കെ. ഏതായാലും മഹാനായ ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഅ്തദിൽ വ്യക്തമായി കൊണ്ട് പറഞ്ഞു, റാജിയായ അഭിപ്രായപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ, മുഅ്തമദ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ മയ്യത്ത് നിസ്കാരത്തിൽ അത് മറഞ്ഞ മയ്യത്താകട്ടെ കബറിങ്ങലാകട്ടെ എങ്ങനെയാണെങ്കിലും വജ്ജഹത്തൊന്നും സുന്നത്തില്ല. ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രബലം. തുഹ്ഫയുടെ 2-ാം വാള്യം ഇതിന്റെ 43-ാമത്തെ പേജിൽ കണ്ടോ, വലോ അലാ ഗായിബിൻ ഔ ഖബരിൻ അലൽ ഔജഹ്. അതോടുകൂടെ പിന്നെ എല്ലാം പോയി.
എന്നാൽ ഇപ്പൊ റംലി ഇമാമും ഏറെക്കുറെ ചിലപ്പോ ഒക്കെ ചില മസലയിലൊക്കെ അല്ല, ഇതിലല്ല ചിലതിലൊക്കെ ചിലപ്പോൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങളോട് എതിരായി വരാറുണ്ട്, അഭിപ്രായ വ്യത്യാസമായിട്ട് വരാറുണ്ട് മഹാനായ റംലി ഇമാം. എന്നാൽ മഹാനായ റംലി ഇമാമും ഈ വിഷയത്തിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ പറഞ്ഞ അതേ റൂട്ടിൽ തന്നെ പോയത്. റംലി ഇമാമിന്റെ നിഹായ അതിന്റെ 1-ാം വോള്യം ഇതിന്റെ 298 പേജിലുണ്ട്. അവ്വലു അലാ ഖബരിൻ ഔ ഗായിബിൻ കമഖ്തല്ലാഹു ഇത്ലാഖുഹും. പണ്ഡിതന്മാര് നിരുപാധികം ജനാസ മയ്യത്തസ്കാരത്തിൽ ഒഴിവ് എന്ന് പറയുമ്പോൾ മയ്യത്ത് എല്ലാം പോയി, അതായത് എൻ്റെ മറിഞ്ഞ മയ്യത്തും പോയി, അതുപോലെ തന്നെ കബറുകളും പോയി, എല്ലാം പോയി, അങ്ങനെ മനസ്സിലാക്കി എടുക്കണം. എന്നിട്ട് പറഞ്ഞു ഖിലാഫുൽ ഇബ്ൻ ഇബാദ് ഉണ്ടോ, ഇബ്ൻ ഇബാദ് എന്നവർക്കൊക്കെ അഭിപ്രായം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അഭിപ്രായ വ്യത്യാസമാണ്. അതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസം അല്ല. ശാഫിഈ മദ്ഹബിലെ മുഅ്തമദ് എന്ന് പറയുന്നത് മയ്യത്തസ്കാരം അത് എങ്ങനെയാണെങ്കിലും, അത് മറഞ്ഞ മയ്യത്തിനക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ അതല്ല കബറിന് വേണ്ടിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും വജ്ജഹത്തും സൂറത്തൊന്നും സുന്നത്തില്ല, അതാണ് പ്രബലവും കേട്ടോ.